തേയ്മാനത്തെ തുടർന്ന് എല്ല് പൊട്ടുന്നവർക്ക് ആശ്വാസവുമായി ബലൂൺ കൈഫോപ്ലാസ്റ്റി ചികിത്സയുമായി കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. 68 വയസ്സുകാരിയായ വാണിയപ്പാറ സ്വദേശിയിലാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത്. ഉത്തര മലബാറിൽ ആദ്യമായാണ് ബലൂൺ കൈഫോപ്ലാസ്റ്റി ചികിത്സ നടത്തുന്നത്. തേയ്മാനത്തെ തുടർന്ന് നട്ടെല്ലിന് ക്ഷതം സംഭവിക്കുന്ന അവസ്ഥ പ്രായമായവരിൽ വ്യാപകമായി കാണാറുണ്ട്. ശരീരം തുറന്നുള്ള ശസ്ത്രക്രിയയിലൂടെ പൊട്ടിപ്പോയ എല്ലിനെ ചേർത്തുവയ്ക്കുന്ന ശസ്ത്രക്രിയയാണ് ഈ സാഹചര്യത്തിൽ പൊതുവെ അവലംബിക്കാറുള്ളത്. എന്നാൽ ഈ അവസ്ഥയ്ക്ക് വലിയ തോതിലുള്ള മാറ്റം വരുത്തിക്കൊണ്ട് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ ബലൂൺ കൈഫോപ്ലാസ്റ്റി നടത്തി. 68 വയസ്സുകാരിയായ വാണിയപ്പാറ സ്വദേശിയിലാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത്. ഉത്തര മലബാറിൽ ആദ്യമായാണ് ബലൂൺ കൈഫോപ്ലാസ്റ്റി നിർവഹിക്കപ്പെടുന്നതെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഷമീജ് കെ.വി. പറഞ്ഞു. നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച വ്യക്തിയുടെ ശരീരത്തിൽ വളരെ നേർത്ത ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് ക്ഷതം സംഭവിച്ച ഭാഗത്ത് എത്തിക്കുന്നതാണ് ആദ്യഘട്ടം. തുടർന്ന് ഈ ട്യൂബിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബലൂണിന്റെ സഹായത്തോടെ പൊട്ടിയ അസ്ഥിയെ ഉയർത്തി യഥാസ്ഥാനത്തേക്ക് എത്തിച്ച് പ്രത്യേകം നിർമ്മിച്ച സിമന്റിന്റെ സഹായത്തോടെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ തുടങ്ങിയ ബലൂൺ കൈഫോപ്ലാസ്റ്റി ചികിത്സ രോഗികൾക്ക് ആശ്വാസമാകുമെന്ന് ന്യൂറോ സർജറി, സ്പൈൻ സർജറി ആൻഡ് അഡ്വാൻസ്ഡ് ന്യൂറോ ഇന്റർവെൻഷൻസ് വിഭാഗം മേധാവി ഡോക്ടർ രമേഷ് സി.വി. പറഞ്ഞു. ശരീരം തുറന്നുള്ള സാധാരണ ശസ്ത്രക്രിയയിൽ രോഗിയെ അനസ്തേഷ്യ നൽകി മയക്കി കിടത്തേണ്ടതായി വരും. എന്നാൽ ഈ ചികിത്സാ രീതിയിൽ പ്രൊസീജിയർ നടക്കുന്ന ശരീരഭാഗം മാത്രമേ തരിപ്പിക്കേണ്ടതായി വരുന്നുള്ളൂ. വളരെ ചെറിയ മുറിവായതിനാൽ രക്തനഷ്ടക്കുറവും അതിവേഗമുള്ള സുഖപ്രാപ്തിയും നേട്ടമാണ്. ചികിത്സ നിർവഹിച്ച അതേ ദിവസമോ തൊട്ടടുത്ത ദിവസമോ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് നേടാമെന്നതിനാൽ ദിവസങ്ങളോളമുള്ള ആശുപത്രിവാസം ഒഴിവാക്കാനും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനും സാധിക്കുന്നു. പത്രസമ്മേളനത്തിൽ ഡോക്ടർ രമേഷ് സി.വി., ഡോക്ടർ ഷമീജ് കെ.വി., ആസ്റ്റർ മിംസ് CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, COO ഡോക്ടർ അനൂപ് നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു.